എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പെരി പെരി പോളയാണ്. ഇതുണ്ടാക്കി എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ ഇത് ഒരെണ്ണം ഉണ്ടാക്കിയാൽ മതിയിട്ട് ഒരുപാട് പേർക്ക് കഴിക്കാനും ഉണ്ടാവും. ഇതിന്റെ ഉള്ളിൽ നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്ന ഒരു ഫില്ലിങ്ങിനാണെങ്കിലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. കൂടാതെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഒരു ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ഈ ഒരു പെരി പെരി ചിക്കൻ പോള തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 250 ഗ്രാം ചിക്കനാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ചിക്കൻ ബ്രസ്റ്റ് നല്ല പോലെ തന്നെ ക്ലീൻ ചെയ്ത് കഴുകേണ്ട വെള്ളമൊക്കെ തുറന്നിരിക്കുകയാണ്. നമ്മളിത് ഓവനകത്ത് വെച്ചിട്ടല്ല ഗ്രില്ല് ചെയ്തിട്ട് എടുക്കുന്നത്, പാനിൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ചിക്കൻ കട്ടി കുറഞ്ഞൊന്നും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുക, ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഇതൊരു സ്റ്റിക്കോ വെച്ചിട്ട്. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു മസാല നമ്മൾ ആക്കുന്ന സമയത്ത് ആ ഒരു മസാലയൊക്കെ ചിക്കനിലേക്ക് നല്ല പോലെ തന്നെ ഇറങ്ങും. ഇനി നമുക്കിതിലേക്ക് ഒരു പെരി പെരി മസാല ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 14ഓളം വറ്റൽമുളക് ഒരു അരമണിക്കൂറായിട്ട് ഈ ഒരു വെള്ളത്തിൽ കുതിരാൻ വെച്ചിരിക്കുന്നതാണ്. നല്ല പോലെ തന്നെ നമുക്ക് ആ ഒരു മുളക് ഒന്ന് കുതിർന്ന് കിട്ടണം. അപ്പോൾ കുതിർത്തിയെടുത്ത് ഈ ഒരു വറ്റൽമുളക് നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതൊരു 4 അല്ലി വെളുത്തുള്ളിയാണ്. ഇത് നല്ല വലിയ അല്ലി വെളുത്തുള്ളി ആയതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 4 എണ്ണം എടുത്തിരിക്കുന്നത്. തീരെ ചെറിയതാണെങ്കിൽ നമുക്കൊരു 6-7 എണ്ണം വരെയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഇനി ചെറിയൊരു കഷ്ണം സവാള ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. 3/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നമ്മളൊരു പിസയ്ക്കകത്തൊക്കെ ഇടുന്ന ഒറിഗാനോ ഉണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഇതുപോലെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഇത് നമ്മുടെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. കൂടാതെ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 1/4 കപ്പ് അളവിൽ ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കുന്നതാണ് ടേസ്റ്റ്, ഇല്ലെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് ഒരു 2 ടേബിൾ സ്പൂണോളം ഞാൻ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊരു മീഡിയം വലിപ്പമുള്ള ഒരു നാരങ്ങ പിഴിഞ്ഞെടുത്ത നീരാണ് കേട്ടോ അത് മുഴുവൻ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇനി നമുക്ക് നല്ല പോലെ തന്നെ മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ കണ്ടില്ല, ഇതുപോലെ നന്നായിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റി കൊടുക്കാം. ഇതിൽ നിന്ന് 1 ടേബിൾ സ്പൂണോളം നമ്മൾ എടുത്തൊന്ന് മാറ്റി വെക്കണം. നമുക്ക് ഒരു ഫില്ലിംഗ് തയ്യാറാക്കുന്ന ഒരു സമയത്ത് ആവശ്യമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചിക്കൻ കഷ്ണങ്ങളെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല പോലെ തന്നെ ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു മൂടി വെച്ചൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. 1 മണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. എങ്കിലും ആ ഒരു മസാലയൊക്കെ ചിക്കൻ അത് നല്ല പോലെ തന്നെ ഇറങ്ങത്തുള്ളൂ. അപ്പോൾ 1 മണിക്കൂറോളം നമ്മൾ ആ ഒരു മസാലയിൽ പുരട്ടി ഇതുപോലെ ചിക്കൻ വെച്ചതിന് ശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നമ്മളിത് ഓവനിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഓയിൽ ഒഴിച്ച് കൊടുക്കണ്ട. ഇതിലേക്ക് ഇനി നമുക്കൊരു ചിക്കൻ കഷ്ണങ്ങളെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നമ്മൾ ഇതുപോലെ ഇത് പാനിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു മസാല കുറച്ച് ഒരു ഓയിലേക്ക് ഇറങ്ങും. അതുകൊണ്ട് നമ്മൾ തീ ഒരുപാട് കൂട്ടിയിട്ടങ്ങ് കൊടുക്കരുത്, പെട്ടെന്ന് അതങ്ങ് കരിഞ്ഞു പോകും. ആ ഒരു മസാല നമുക്ക് കുറച്ച് ആവശ്യമുണ്ട്. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ കണ്ടില്ല, അത്യാവശ്യം ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയേക്കാം. നമ്മളിത് ഓവനിൽ വെച്ചിട്ടല്ലോ ചെയ്തത്. ഇതുപോലെ പാനിൽ വെച്ച് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഓയിലേക്ക് കുറച്ചൊരു മസാല ഇറങ്ങും. ആ ഒരു മസാലക്കാണ് ഏറ്റവും ടേസ്റ്റ് കൂടുതൽ. ഓയിൽ കുറച്ച് മസാല ഇതുപോലെ കിടക്കും. അപ്പോൾ നമ്മളൊരു 1.5 ടേബിൾ സ്പൂണുള്ള ഒരു മസാല എടുത്തൊന്ന് മാറ്റി വെക്കണം. ആ ഒരു മസാല കരിഞ്ഞു പോകാൻ പാടില്ല. നമ്മളൊരു ചിക്കൻ ഫ്രൈ ചെയ്ത ആ ഒരു ഓയിൽ തന്നെ വേണം ഈ ഒരു മസാല ഒന്ന് വഴറ്റിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള ഓയിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഇനി നമുക്കൊരു മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്താണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. കൂടാതെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്താണ്, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ചെറിയ പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു സവാള പെട്ടെന്ന് അങ്ങ് വഴണ്ടി വന്നോളും. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഇളക്കി സവാള ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് അളവിൽ ക്യാപ്സിക്കം ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്താണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ക്യാപ്സിക്കം നമുക്ക് നന്നായിട്ടൊന്ന് വാടി കിട്ടണം. ക്യാപ്സിക്കം അത്യാവശ്യം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും ഒരു 2 നുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കാം. ആ ഒരു പൊടികളുടെ ഒരു പച്ചച്ചവയൊന്ന് മാറി വരുന്ന വരെ നന്നായിട്ട് തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം.
ആ ഒരു പൊടികളും ചേർത്ത് നല്ലപോലെ തന്നെ ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഒരു ചിക്കന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഞാനൊന്ന് കട്ട് ചെയ്തെടുത്താണ് കേട്ടോ ഇത്. അപ്പോൾ ഒരു ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആദ്യമേ നമ്മളൊരു മസാല തയ്യാറാക്കിയ സമയത്ത് ഞാൻ പറഞ്ഞില്ലായിരുന്നു 1 ടേബിൾ സ്പൂണോളം നമ്മളെടുത്തുനിന്ന് മാറ്റി വെക്കണമെന്ന്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മസാല ഇതിലേക്ക് ഞാനൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നല്ലപോലെ തന്നെ നമുക്കൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ചിക്കൻ ഇതിനകത്ത് കിടന്നിട്ട് നല്ലപോലെ തന്നെ ചൂടായിട്ട് വരണം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിയില ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കിയിട്ടെടുക്കുകയാണ്. ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ തന്നെ ഇതുപോലെ ഇളക്കിയതിന് ശേഷം നമ്മളൊരു ചിക്കൻ ഫ്രൈ ചെയ്തതെന്ന് എടുത്ത് മാറ്റി വെച്ച ഒരു മസാലയാണ് കേട്ടോ ഇത്. അതൊരു 1.5 ടേബിൾ സ്പൂണോളം ഉണ്ട്. നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്ത് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ സാധാരണ ഇറാനി പോളയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലത്തെ തന്നെ ഒരു മാവ് നമുക്കൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് അളവിൽ ഞാൻ മൈദമാവ് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 2 മുട്ട ഇതുപോലെ പൊട്ടിച്ച് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 3/4 കപ്പ് അളവിൽ ഓയിലാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. 1 കപ്പ് അളവിൽ, അതായത് 250 ml പാലും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ഈ ഒരു മാവിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലപോലെ തന്നെ മിക്സിയിൽ നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതിവിടെ നല്ലപോലെ തന്നെ ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു മാവ് ഒരു കുറച്ച് മാത്രം ഒന്ന് കട്ടിക്കാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഒരു 2-2.5 ടേബിൾ സ്പൂണോളം പാലും കൂടെ ഞാൻ ഇതിലേക്ക് വീണ്ടും ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നല്ലപോലെ തന്നെ രണ്ടാമത് ഞാൻ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ഈ ഒരു കട്ടിക്ക് വേണം നമ്മുടെ മാവ് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാടങ്ങ് കട്ടിയാകാനും പാടില്ല, ഒരുപാട് ലൂസും ആയിട്ട് പോകരുത്. ഈ ഒരു കട്ടിയാണ് കേട്ടോ ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം. ഇനി നമുക്ക് പഴയ ഇതുപോലൊരു പാൻ എടുക്കാം. ഈ ഒരു പാൻ ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ എടുക്കണം. ഞാനിപ്പോൾ ഇത് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നത് ഇതുപോലൊരു ചെറിയ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടാണ്. ഇനി ഈ ഒരു പാനിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഓയിൽ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ആ ഒരു പാനിൻ്റെ എല്ലാ സൈഡിലും ആകുന്ന രീതിയിൽ വേണം നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരുന്ന ഒരു മാവിൽ നിന്ന് പകുതി മാവ് ഇപ്പം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പകുതി നമ്മളെടുത്ത് മാറ്റി വെക്കണം. മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു മൂടി വെച്ച് അടച്ചു കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് ഒരു 3-4 മിനിറ്റ് നമ്മളൊന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മതി. ഇതൊരു 4 മിനിറ്റിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇട്ട് കൊടുക്കരുത് നമ്മൾ. ഇതുപോലെ പതിയെ നമ്മളൊന്ന് വെച്ച് കൊടുത്താൽ മതി. സൈഡിൽ നിന്ന് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ഇതുപോലെ മസാല വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഉപ്പിലിട്ട ഒലിവുക ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒലിവക്ക മാത്രമല്ല കേട്ടോ, ഉപ്പിലിട്ട ക്യാരറ്റോ അല്ലെങ്കിൽ ഉപ്പിലിട്ട കുക്കുംബറൊക്കെ ഉണ്ടെങ്കിൽ ഒരു കുറച്ച് മാത്രം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു 5-6 എണ്ണമൊക്കെ വെച്ച് കൊടുത്താൽ നല്ലതായിരിക്കും കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഒരു മസാല ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ഒരു മാവ് മുഴുവനായിട്ട് നമുക്ക് ഇതുപോലെ ചുറ്റിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. എല്ലാ സൈഡിലും ഒരേപോലെ ആകുന്ന രീതിയിൽ വേണം നമ്മൾ ഇനി ആ ഒരു മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ മുകൾഭാഗം കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതോ അല്ലെങ്കിൽ ക്യാപ്സിക്കും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ നമുക്ക് ഇതിലേക്ക് നമ്മൾ സാധാരണ പോള ചെയ്യുന്ന പോലെ നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തത് വെച്ച് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒലിവക്ക കട്ട് ചെയ്തെടുത്താണ് കേട്ടോ ഇത്. അതും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ ഒരു ഭംഗിക്ക് വെച്ച് കൊടുത്തതേ ഉള്ളൂ. ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മൂടി വെച്ചൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇതുപോലെ ഹോളുള്ള അടപ്പാണെങ്കിൽ നമ്മളൊരു അലുമിനിയം ഫോയിൽ എന്തെങ്കിലും വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തീ നല്ലപോലെ തന്നെ കുറച്ച് വെച്ച് കൊടുക്കണേ. തീ കൂട്ടിയിട്ടാൽ ഇതങ്ങ് പെട്ടെന്ന് കരിഞ്ഞു പോകും. തീ കുറച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു 30-35 മിനിറ്റ് ഒക്കെയാണ് ഇതൊന്ന് കുക്കായി വരുന്ന സമയം. ഞാനിപ്പോൾ ഇത് കുക്ക് ചെയ്യുന്നത് അധികം വീതി ഇല്ലാത്ത ഈ ഒരു ചെറിയ പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടല്ലേ. നമ്മൾ കുറച്ചും കൂടി വീതിയുള്ളൊരു പാത്രത്തിലാണ് ഇത് കുക്ക് ചെയ്യുന്നതെങ്കിൽ ഇത്രയും സമയം ചിലപ്പോൾ നമുക്ക് ആവശ്യമായിട്ട് വരത്തില്ല. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു പാത്രത്തിനനുസരിച്ചും ആ ഒരു ഫ്ലെയിമൊക്കെ അനുസരിച്ചായിരിക്കും നമ്മുടെ ഒരു കുക്കിംഗ് ടൈം എന്ന് പറയുന്നത്. തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ വെന്തതിന് ശേഷം മാത്രം എടുക്കുക. ഞാനിപ്പോൾ ഇതൊരു 25 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും ആ ഒരു മുകൾ ഭാഗം എനിക്ക് കുറച്ചും കൂടെ ഒന്ന് വെന്ത് വരാനുണ്ട്. എനിക്കിപ്പോൾ ഈ ഒരു പാത്രത്തിലായതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 35-40 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഈ ഒരു മുകൾ ഭാഗത്ത് ഒരു വെള്ള പോലെ കുറച്ച് മാവ് കിടക്കുന്നത് അതിൻ്റെ ഉൾവശം വെന്തതാണ്. ആ ഒരു പുറമേ നമുക്കൊന്ന് മുരിച്ചിട്ടെടുത്താൽ മാത്രം മതി. ഇതുപോലൊരു സ്റ്റിക്ക് വെച്ചിട്ട് നമുക്കൊന്ന് കുത്തി നോക്കാം അത് നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു മുകൾ ഭാഗം കുറച്ചും കൂടി നമുക്കൊന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇതുപോലെ പതിയെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റോളം നമ്മളൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി.
എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു പെരി പെരി ചിക്കൻ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആ ഒരു പെരി പെരി മസാല വെച്ച് നമ്മൾ ആ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലെ ആ ഒരു ഫില്ലിങ്ങിന്. അപ്പോൾ ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ പോളയൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മൾ ഏത് പാത്രമാണ് എടുക്കുന്നത് അതനുസരിച്ച് നമ്മളൊരു കുക്കിംഗ് ടൈമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പെരി പെരി ചിക്കൻ പോളയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.